സംസ്ഥാനത്തെ ഗസ്റ്റ് അധ്യാപകരുടെ നിയമനത്തിൽ വൻ ക്രമക്കേട്. ഇഷ്ടക്കാരെയും ഭരണപക്ഷ അനുഭാവികളെയും നിയമിക്കുന്നതിന് അക്കാദമിക് യോഗ്യത കണക്കാക്കാതെ അഭിമുഖ പരീക്ഷയിലേക്ക് മാർക്ക് മാത്രം യോഗ്യതയായി നിർണ്ണയിക്കുന്നുവെന്ന് ആക്ഷേപം. ഓരോ വർഷവും പുതുക്കുന്ന ഗസ്റ്റ് ലെക്ചറർമാരുടെ കരാർ കാലാവധി 5 വർഷത്തേക്ക് നീട്ടുന്നതിനും നീക്കമുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലേക്കുള്ള ഗസ്റ്റ് ലെക്ചർമാരുടെ നിയമനത്തിലാണ് വൻ ക്രമക്കേട് നടക്കുന്നത്. അക്കാദമിക് യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി ഇഷ്ടക്കാരെയും ഇടത് അനുഭാവികളെയും നിയമിക്കുന്നതിനുള്ള നീക്കമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. UGCയുടെ നെറ്റും PhDയും ശാസ്ത്രീയ ലേഖനങ്ങളും അനുഭവയോഗ്യതയും കണക്കിലെടുക്കുന്ന ഇൻഡെക്സ് സ്കോറിന്റെയും അഭിമുഖ പരീക്ഷയുടെയും മാർക്കിന്റെയും ശരാശരിയാണ് നിയമനത്തിനുള്ള മൂല്യനിർണ്ണയമായി നാളിതുവരെ എടുത്തിരുന്നത്. എന്നാൽ ഇതിനെല്ലാം മറികടന്ന് അഭിമുഖ പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് ഗസ്റ്റ് ലെക്ചർമാരുടെ നിയമനയോഗ്യതയായി കണക്കാക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നിയമന തട്ടിപ്പ് വിവരങ്ങളാണ് ഇത്തരത്തിൽ പുറത്തുവരുന്നത്. വമ്പൻ നിയമന തട്ടിപ്പാണ് ഇതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ പറഞ്ഞു. ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഗസ്റ്റ് ഫാക്കൽറ്റികളെ നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും കോളേജ് അധികൃതർക്ക് വേണ്ടപ്പെട്ടവർ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് വരികയും PhD ഉള്ള പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഉള്ള JRF ഉള്ള ഉദ്യോഗാർത്ഥികൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ഉള്ള ഉത്തരവ് അടിയന്തരമായി പിൻവലിച്ച് PhDയും പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസും JRF തുടങ്ങിയ ഉയർന്ന പരീക്ഷ പാസ്സായിട്ടുള്ളവർ തന്നെ കോളേജുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിക്കാനുള്ള നിർദ്ദേശം നൽകണം. അതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. ഗസ്റ്റ് ലെക്ചർ നിയമന കാലാവധി 1 വർഷത്തിൽ നിന്നും 5 വർഷത്തേക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ നീക്കവും നിയമന തട്ടിപ്പിന്റെ വ്യാപ്തി തുറന്നു കാട്ടുന്നു. ജനം, തിരുവനന്തപുരം.